മെട്രോ നഗരത്തിനും KMRലും ഇത് അഭിമാന നിമിഷമാണ്. തൃപ്പൂണിത്തുറ ടെർമിനൽ കൂടി സാധ്യമായതോടെ കൊച്ചി മെട്രോ അതിൻ്റെ ഫേസ് 1 വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ KMRL MD ശ്രീ ലോക്നാഥ് ബെഹ്റ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീധരൻ സാർക്ക് വിളിച്ചു. കാരണം ആദ്യം ഇതാണ് തുടങ്ങിയിട്ടുള്ള. അദ്ദേഹം പറഞ്ഞു അത് ഭയങ്കര ഹാപ്പിയായി. എന്നെ പറഞ്ഞു ലോക്നാഥ് എനിവേ യു കംപ്ലീറ്റഡ് ഇറ്റ്. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റേഷൻ വളരെ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി സ്റ്റേഷനാണ്, വലിയ സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാം. സോ അതേപോലെ ഒരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ഒരുപാട് ആക്ച്വലി ഓട്ടോമാറ്റിക് മെഷീൻസുകൾ ഒരു സാധാരണ ഒരു സ്റ്റേഷനിൽ ഒരെണ്ണം മാത്രമേ, ഇവിടെ ഒരുപാടുണ്ട്. ഒരു മോഡേൺ സ്റ്റേഷനാണ്. പക്ഷേ അതിലെ തൃപ്പൂണിത്തുറ ചരിത്രമൊക്കെ ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കുറേ മ്യൂറൽസ്, കുറച്ച് പെയിൻറ്റിങ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതിനെ പറ്റി മെട്രോ ആലോചിക്കുന്നുണ്ട്. ഐ മീൻ വാട്ടർ മെട്രോ ആണെങ്കിലും ഈ പറയുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പെട്ടെന്ന് ഒരു ഡയറക്റ്റ് എൻട്രി എന്ന നിലയ്ക്ക് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ മെട്രോ? ഇവിടെ എന്തൊക്കെ ഫുട്പാത്തുകൾ ഉണ്ടാകും, NMTയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സൈക്കിൾ ട്രാക്ക് ഉണ്ടാകും, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഇപ്പോൾ ഒരു പ്രൊപ്പോസ്ഡ് ബസ് സ്റ്റാൻഡ് ഉണ്ടോ, അത് എങ്ങനെ കണക്ട് ചെയ്യും, എല്ലാം മാസ്റ്റർ പ്ലാൻ പോലെ ചെയ്തു വച്ചിരിക്കുകയാണ്. നമുക്ക് സ്ലോലി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ സേഫ്റ്റി ഇഷ്യൂസ് എത്രത്തോളം മെട്രോ കൈക്കൊള്ളും? അല്ല, ഞങ്ങൾ പിന്നെ അതിലെല്ലാം ക്യാമറ വെക്കാൻ പോകുന്നത്. എല്ലാ ആ ഏരിയയിലെ ഫ്രണ്ടിൽ എല്ലാ ക്യാമറ വെക്കും. പിന്നെ അതുകൂടാതെ ലൈറ്റ്, ഇപ്പോൾ ലൈറ്റ് കൂട്ടി വളരെ കൂടുതൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ. ആക്ച്വലി ആയിട്ട് മെട്രോ യാത്ര എല്ലാം വളരെ സെക്യൂർഡാണ്, സേഫാണ്, പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി. കാരണം എല്ലാ ട്രെയിൻ ഈസ് കവർഡ് അണ്ടർ സർവിലൻസ് സിസ്റ്റം, പിന്നെ എല്ലാം ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് വളരെ ഈസിയാണ് ഇപ്പോൾ ആൾക്കാർക്ക്. കാരണം മാതാപിതാക്കളുടെ ഫീഡ്ബാക്ക് പ്രകാരം മോള് പോയിട്ടുണ്ടോ, മെട്രോയിലല്ലേ, അതാണ് പറയൂ. വലിയ സൗകര്യമാണ് ഈ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരുന്നതോടുകൂടി ദീർഘദൂര യാത്രികർക്ക് ഉണ്ടാകുന്നത്. രണ്ടാം ഘട്ടം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് KMRL ശ്രീ ബെഹ്റയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 ആദ്യ പകുതിയോടുകൂടി തന്നെ അതിൻ്റെ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ ഘട്ടം അതിൻ്റെ DPR തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി ഗിഫ്റ്റ് സിറ്റി വരുന്നതുകൊണ്ട് ഗിഫ്റ്റ് സിറ്റി വരെയുള്ള ഒരു മെട്രോയാക്കി മാറ്റാൻ കഴിയുമോ എന്ന കാര്യം കൂടി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുജയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.